ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയാറുമുള്ള മുക്കഞ്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കുളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മൂസയൊക്കെ ഇട്ടെ, വലിയ വാകയൊക്കെ ഇട്ടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പുതിയ 2-3 വാകയും കൂടെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ്റെ കുളത്തിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു 2 വാകക്കുഞ്ഞിനെ കൊണ്ടുപോയിടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ വിശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് പറ്റിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വാക എടുക്കാനുണ്ട് കേട്ടോ. ഇത് ഈയിടയ്ക്കൊന്നും പറ്റിയൊന്നും തോന്നുന്നില്ല, കുറേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഓസും കൂടെ ഒന്ന് വെച്ചേക്കാം. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് വെള്ളം കോരി വെട്ടിക്കാൻ പോവാണ് കേട്ടോ. എന്നാലേ ഇന്ന് തീരത്തുള്ളൂ ഇത്. വന്ന് നിൽക്കുന്നത് മണിക്കോട്ടോ കിലോ പേരും ചത്തു പോയി കണ്ടു. ചെറുത് അത് മതിയല്ലോ, നീ മട്ട കിട്ടിയോ? അത് മതി. വാ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വായൊക്കെ ഉണ്ടോ? ഇതിൽ നിന്നാണ് നമ്മൾ 2 കൊണ്ടുവന്നത്. ഇതൊക്കെ അത്യാവശ്യം സൈസായി തുടങ്ങി കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം സൈസായി തുടങ്ങി. അതുപോലെ ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇമാരെല്ലാം കുഞ്ഞുങ്ങളാണ്. ഇതിനെയാണ് നമുക്ക് വേണ്ടത്. വേണ്ട പിള്ളേരെല്ലാം ഓടിക്കളിക്കും കേട്ടോ. ഫംഗസ് വന്നിട്ടുണ്ട് ചിലതിൻ്റെ മേത്ത്. എല്ലാം വെള്ളം വേണ്ട ഇതുണ്ടോ ആകെയുടെ കുഞ്ഞിനെ മതി. ഇത് നമുക്ക് 2 എടുത്തോണ്ട് ടാങ്കിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അതുപോലെ കല്ലേ മുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഓക്കെ, നമുക്ക് 2 ഇതിൻ്റെ അകത്തോട്ട് എടുക്കാം. കൊണ്ടുപോകാൻ 1000 രൂപ വന്നിട്ട് കൊണ്ടുപോയാൽ മതി. എന്തോ 1000 രൂപ വന്നിട്ട് കൊണ്ടുപോകാം. വേറെ കാര്യമൊന്നുമില്ല. 1000 രൂപ വന്നിട്ട് കൊണ്ടുപോയാൽ ഇപ്പൊ മീനെ പിടിക്കാൻ കഴിവില്ലാത്ത ഞങ്ങൾ അങ്ങനൊന്നും മീനെ പിടിക്കത്തില്ല. ഞങ്ങൾ ഒരു മീനെ പോലും ശല്യം ചെയ്യത്തില്ല, അറിയാമോ? അതൊക്കെ കൊണ്ടുവന്ന് ഏറ്റത്തുള്ളൂ. നമ്മൾ 2 കുഞ്ഞു വായന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. കൊണ്ടുപോകാനാ അക്വേറിയത്തില്ല. 1000 രൂപ നീ തരണം. പുതിയ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടാം കേട്ടോ. വെള്ളം നിറച്ചിട്ടിട്ട് നമുക്ക് അതിനെയും കൊണ്ട് നമ്മുടെ ടാങ്കിലോട്ട് പോകാം. നമ്മുടെ വലിയ ടാങ്ക് കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. പഴുത്ത് നോക്കി പറിച്ചൊരെണ്ണം കഴിച്ചോ? നല്ല മധുരമാ. അതെടുത്ത് കഴിച്ചോ? നീ മണപ്പിച്ച് നോക്കിയേ. ഭയങ്കര മധുരമായി കണ്ടോ? ജ്യൂസാ തെറിക്കുന്നത്.
അല്ലിയായിട്ട് തിന്നില്ല, അല്ലിയായിട്ട് തിന്നെ, മൊത്തത്തിൽ തിന്നടാ. അങ്ങോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പുളിയല്ലേ? പുളിയാ മോന്തി അങ്ങ് പോയി. ഇത് ഭയങ്കര പുളിയുള്ളൊരു നാരങ്ങ ഗൈസ് കേട്ടോ. ഭയങ്കര പുളിയാണ്. ഭയങ്കര പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുളിയാണ്. പക്ഷേ ഇതിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമുക്കെന്തായാലും ഇതിനെ കൊണ്ട് നേരെ പോയിട്ട് നമ്മുടെ ടാങ്കിലിടാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ടാങ്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മളിട്ട് നല്ല കിടിലം വാഹയായിരുന്നു കേട്ടോ. ഇപ്പം വാഹയൊന്നുമില്ല, പകരം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. എല്ലാം പോയോ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ. ഇതൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് ഗപ്പി നിൽപ്പുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ടോ? ഇല്ല. ഉണ്ട് ഉണ്ട്, ഒരു സാധനം ഉണ്ട്. ഇതൊരു റെയർ സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം കിടക്കുന്ന റെയർ സാധനമാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ പതുക്കെ ശേഷം വരുന്നുണ്ടോ? ആ സീ നോക്കടാ, കളർ കണ്ടോ? ഓടി മാറ്റി കണ്ടാ? അത് നിങ്ങൾ വിചാരിക്കും കാളാഞ്ചിയാന്ന് തോന്നുന്നുണ്ടോ? അത് നമ്മുടെ ചെമ്പല്ലിക്കുട്ടനാണ് കേട്ടോ, ചെമ്പല്ലിക്കോര. പക്ഷേ വയറൊക്കെ ഫുള്ളാണ്, അതുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട എന്താ അതിങ്ങനെ കറങ്ങി ഇത് ഈ ഓടിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങ് കയറി കേട്ടോ. അതിൻ്റെ ഈ ഓടിൻ്റെ ഇടയ്ക്ക് വേണ്ട ആ ഓടിൻ്റെ ഇടയ്ക്ക് അവന് ഓടിൻ്റെ ഇടയ്ക്ക് പോയി പമ്മി കയറി കേട്ടോ. കുറച്ച് നേരം ഓടൊന്ന് മാറ്റി വെക്കാം. വെള്ളം ഇളക്കാതെ നമുക്ക് നോക്കാം. നമ്മൾ ഓടി രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തായിരുന്നു നമ്മൾ വലിയ വാഗ ഇട്ടത് കേട്ടോ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വാഗയും ചെറുവിനെയും എല്ലാം നമ്മുടെ രമേശേൻ്റെ അടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തെയ്യുന്ന പോലും നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഈ ടാങ്ക് പൊടി തട്ടിയെടുക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന വാഗയെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനായിട്ടാണ് കേട്ടോ. അതിപ്പോൾ ആ ചെമ്പല്ലിക്കോര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ വളർത്തി വലുതാക്കിയിട്ട് വേണം നമുക്കിനി ഇതിനെ ഒരു അക്വരത്തിലോട്ടാക്കാൻ. അതിൻ്റെ കൂടെ വേണം നമുക്ക് ആ ചെമ്പല്ലിക്കോരയും കൂടെ ആക്കാനായിട്ടുണ്ട്. ചെമ്പല്ലിക്കോര സീനായിട്ടോ വളർന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അതിന് പക്ഷേ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാഗക്കുട്ടീനെ ഒന്ന് കാണിച്ചു. ഇങ്ങനെ കവറിലാണ് കൊണ്ടുവന്നത് കേട്ടോ. മരിപ്പ് വലിയ ഒരു ടാങ്കിൽ കിടന്ന് ശീലിച്ചത് കൊണ്ട് ഒരു വലിയ ഇത് വരത്തില്ലായിരിക്കും. കളർ കണ്ട, ആഹാ അടിപൊളി കൈസ്. അപ്പോൾ അതേണ്ട് നമ്മുടെ വാഗക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടല്ലോ. കറക്റ്റ് 2 കൈ സൈസ് വരും കേട്ടോ. അതായത് ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് സൈസ് വരുന്ന വാഗക്കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ നമ്മുടെ മൂസയൊക്കെ കിടന്ന ടാങ്കിലോട്ട് ഇറക്കി വിടുകയാണ് കേട്ടോ. അത് നമ്മൾ അച്ഛ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനെ കാണിച്ചത് അച്ഛനെ നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ ഐശ്വര്യമായിട്ട് ഇറക്കി വിടാം കേട്ടോ. ഒരാൾ പോയിട്ടുണ്ട്. വളരെ ദുരന്തം പറയാൻ ഇതാ അടിപൊളി രസമാണ്. ഇതിപ്പം നമ്മുടെ ഓറഞ്ച് സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് വരുന്ന ഒരെണ്ണമാണ് കേട്ടോ. നമുക്ക് ഇവനെയും കൂടെ ഇറക്കിയിടാം. അരി ആഹാ അത് നൈസായിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ താമാരുന്നതുകൊണ്ട് 2 പേരും കൂടെ കൊണ്ട് ആ മൂലക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കുറച്ച് ചെറുമീനെ കൂടെ കൊണ്ടിടാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. ചെറുമീനിൻ്റെ 2 ഇതേപോലുള്ള സൈസുള്ള 2 എണ്ണത്തെയും കൂടെ കൊണ്ടിട്ടിട്ട് ഒരു ചെറിയ ഒരു പ്രൊഡക്ടർ കുളമാക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ വളർന്നിട്ട് അക്വരത്തിലോട്ടാക്കാം. അതേപോലെ കഴിച്ച് നമ്മൾ ഇപ്പോൾ ഈ ടാങ്ക് അധികം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ടാങ്ക് എന്ന് കാണിച്ചാൽ ഹരി നമ്മുടെ ഈ ടാങ്കിൻ്റെ അകത്ത് ഒരുപാട് ഗപ്പി കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ ടാങ്ക് വെറുതെ ഇടാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് 2 ഗപ്പി ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മറ്റേ കൂത്താടി വന്ന് പെരുകാണ്ടിരിക്കാനെ കൊണ്ട് ഗപ്പിയെ കൊണ്ടിട്ട് അതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗപ്പിയുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ കുളം നമുക്ക് അധികം ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞു കുഞ്ഞു ഗപ്പി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കളയുന്ന നേരത്ത് അതും കൂടെ പോവായിരിക്കും. ഇതിപ്പോൾ ഇവന്മാർ ഈ ഗപ്പിയെല്ലാം വെട്ടി കല്ലാസാക്കി കളയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യും കേട്ടോ. അതപ്പോൾ കാണാം. അതേപോലെ നമ്മുടെ ഈ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ പണ്ടിട്ട വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മേളിലും കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും കയറിയിട്ട് ജസ്റ്റ് നോക്കണം. അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് വാഹയുടെ സൈസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവന്മാരെ നമുക്ക് വളർത്തി അതുപോലെ എടുക്കണം. ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. അതിന് നമ്മുടെ ഗപ്പിയൊക്കെ ഒന്ന് ഗപ്പിയൊക്കെ ഇവന്മാരെ അടിച്ച് തീർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് പുതിയ കുറച്ച് മീനെ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം കേട്ടോ. കുളത്തിൻ്റെ വിശേഷങ്ങൾ ഇതാണ്. പഴയ കുളം എന്തേന്നൊക്കെ ചോദിച്ച ആളുകളോട് കുളമൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്തെ മീനേ ഉള്ളില്ല. ഇപ്പം നമ്മൾ 2 വാഹയെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വലിയൊരു വാഹേനെ കൊണ്ടുപോയിട്ട് ഒരു ടാങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് വളർത്തണമെന്നാണ് പ്ലാന്. നമുക്ക് എന്തായാലും അത് നോക്കാം. എന്തായാലും ഇപ്പം തന്നെ മീനൊക്കെ ഓടിക്കാണാം. അതുകൊണ്ട് അത് ആ മൂലിക്ക് പോയിട്ടൊന്നും ശരി കാണാമോ? ശരിക്കും കാണത്തില്ലായിരിക്കും കേട്ടോ. കാണാം. അതേണ്ട ഇവിടെ വാഹ നിൽക്കുന്നുണ്ട്. അതേണ്ട നമ്മുടെ താഴെ അവിടെ നിൽപ്പുണ്ട്. ചെറുതിനെ കാണാല്ലേ. വെള്ളത്തിൽ മുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഗോപ്രോ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് സീനില്ലായിരുന്നു കേട്ടോ. അതാണ് പറ്റിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുളത്തിൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.